എന്താ കുട്ടിയുടെ പേര്? മായ. മായ. മൈഥിലി, പുലർച്ചെ ഞാൻ പൂവത്തെ കുഞ്ഞിക്കണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ. എന്തിനേട്ടാ? വെറുതെ ഒരു സംബന്ധാലോചനയ്ക്ക്. വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധമില്ല. ആർക്കാ? മൈഥിലി, നമ്മുടെ ഇളം തലമുറയ്ക്ക് ആ വീട്ടിലെ കുട്ടി ചേരുവോ? ഒന്നാം തരമായിട്ട് ചേരും. പാട്ട് പാടുമ്പോ അനിയന്റെ ചേഷ്ടയൊക്കെ ഞാൻ കണ്ടു. അയ്യേ, ഇരിക്കവിടെ. ഈ ചേട്ടന്റെ ഒരു കാര്യം. അല്പം ധൃതി കൂടിയാലും മന്നാടിയാർമാർക്ക് തെറ്റുപറ്റാറില്ല. അവളെ നിനക്ക് ഇഷ്ടായോ? ചോദിച്ച കേട്ടില്ലേ? പോയല്ലോ പിന്നെയും. പിന്നൊരു കാര്യം, ആ കുഞ്ഞിക്കണ്ണന്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട്. നാളെ കാണുമ്പോ അതുകൂടി. നന്നായി. കല്യാണാലോചനയ്ക്കിടയ്ക്ക കുടിശ്ശിയുടെ കാര്യം ചോദിക്കുക. ഈ പൊന്മണിയേട്ടനെ എപ്പോ നോക്കിയാലും കൊടുക്കാനും കിട്ടാനുള്ള കണക്കേ ഉള്ള ഓർമ്മയിൽ. എന്റെ ഈശ്വര, എന്താ ഞാനീ കേക്കണേ? അപ്രതീക്ഷിതമായി മന്നാടിയാര് പറഞ്ഞപ്പോ ഞാൻ ഇടിവിട്ടേറ്റ പോലെയായി. എന്നെ പരീക്ഷിക്കൊന്നും അല്ലല്ലോ. കുറച്ചു ദിവസം മുമ്പ് അവളുടെ ജാതകം ഒരു ജ്യോത്സ്യരെ കാണിച്ചപ്പോ വളരെ വലിയ നിലയിൽ കഴിയാനുള്ള യോഗം ഉണ്ടെന്ന് അയാള് പറഞ്ഞതേ. ഞാനത്രയ്ക്ക് വിശ്വസിച്ചില്ല. ഇനിയിപ്പോ മന്നാടിയാരുടെ യുക്തം പോലെ ആവട്ടെ. അപ്പോ ഞാൻ അടുത്ത ഒരു മുഹൂർത്തം കുറിക്കട്ടെ? ആയിക്കോട്ടെ. ഞാനും പൊന്മണിയേട്ടനും കൂടി ഇന്ന് ജ്യോത്സ്യരെ കണ്ടു. ചിങ്ങ 6-നും 14-നും നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത്. 14-ാം തീയതി തന്നെ ആയിക്കോട്ടെ. അല്പം സാവകാശം കിട്ടുമല്ലോ. നമ്മുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ആയില്ല. വീരന്റെ അങ്ങനെ പോരാ, കേമാക്കണം. 3 ദിവസത്തെ കല്യാണം. മുറ്റത്ത് നെടുമ്പുര ഇടണം, ഊരടച്ച് വിളിക്കണം. ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാരൊക്കെ പറയണം. കാമാക്ഷിപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ കൂടെ ഒക്കെ നോക്കണം. ഇപ്പോ അമ്മയുടെ സ്ഥാനത്ത് നീയാ. മനസ്സിലായി. പഴയ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൊന്മണിയേട്ടനോട് ചോദിക്കുക. ആരാ? ആരാ? എന്താ വേണ്ടത്? എന്റെ പേര് ഭദ്രൻ. അടുത്ത ഗ്രാമത്തിലെയാ. കോയിക്കലെന്ന വീട്ടുപേര്. എന്താ കാര്യം? ഞാൻ ഈ ഗ്രാമത്തിലൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയോ? എന്താ അവളുടെ പേര്? ആരാ അവളുടെ അച്ഛൻ? പെൺകുട്ടിയുടെ പേര് മായ. അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ. അനാവശ്യം പറയരുത്. മൈഥിലി, മായയുടെ സമ്മതം കൂടാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? അതെ. ഞാൻ നാട്ടിലില്ലായിരുന്നു. കുറച്ച് ദൂരെയാ എനിക്ക് ജോലി. മായയുടെ കത്ത് കിട്ടിയപ്പോഴാ വിവരം അറിയുന്നത്. അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാ മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത്. നീ പറഞ്ഞത് മുഴുവൻ സത്യമാണോ? പാതിരായ്ക്ക് മന്നാടിയാരെ വിളിച്ചുണർത്തി ഞാൻ കളവ് പറയില്ല. അവള് മറിച്ച് പറഞ്ഞാലോ? എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം.
മന്നാടിയാർ തന്നെയല്ലേ ചോദിക്കുന്നതെന്ന് ഭയം വേണ്ട. നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട. എനിക്കറിയേണ്ടത് സത്യാണ്. ഇവൻ പറയുന്നത് വാസ്തവാണോ? കണ്ട ഇരപ്പാളികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തുറന്നു പറഞ്ഞോളൂ. ഭദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? അതെ. നിന്നെ ഞാൻ കൊല്ലുപിടി. തൊട്ടുപോരുതവളെ. ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന്. കേട്ടല്ലോ മോളുടെ സമ്മതം. അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കൽ നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ? അന്ന് തോന്നിയത് വലുതും ഞാൻ പറഞ്ഞു കാണും. എന്ന് വെച്ച് കണ്ടത് എൻഡിയുടെ കൂടെ എന്ന് പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ലടി. നടക്കും. അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. മന്നാടിയാരെ, നിങ്ങളോട് എനിക്ക് ഭക്തിയും ബഹുമാനമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. നിങ്ങളുടെ അനിയന് ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട. എന്റെ മോളെ ആരുടെ കൂടെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേലുവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിക്കണ്ണ, കിട്ടാക്കടത്തിന് പകരമാണ് ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു. അറിയോ എനിക്ക്? ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മന്നാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടുകൂടിയായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഈ വിവാഹത്തെ ഞാൻ അല്പം ധൃതി കാണിച്ചു. എനിക്ക് ആ തെറ്റ് തിരുത്തണം. ഇവൻ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും. അത് താൻ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇവരുടെ വിവാഹം നടക്കും. അനിയ, നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി. എന്താ ഏട്ടാ, തെറ്റുപറ്റിയത് എനിക്കല്ലേ? അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു. ഭദ്രം വന്നപ്പോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ. അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ മന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം? അതല്ലല്ലോ ഏട്ടാ നമ്മുടെയൊക്കെ പൈതൃകം. വീരസിംഹ മന്നാടിയാർ. ഏട്ടന് സന്തോഷായി. അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി ഒരു തമ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. ചേട്ടാ, എന്താ നീ? ലണ്ടനിൽ നിന്നുള്ള കത്ത. MBAക്ക് അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ 3 വർഷത്തെ MBA കോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് MBAക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം
നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. നിന്റെ ഇഷ്ടം നടക്കട്ടെ.